കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ജൂൺ മാസം 1-ാം തീയതി കേരളത്തിലെ കുരുന്നുകളെല്ലാം സ്കൂളിലേക്ക് എത്തി. പ്രവേശനോത്സവ ദിനമായിരുന്നു, ഒരാഘോഷ ദിവസമായിരുന്നു. അതിനെക്കുറിച്ച് ഒരുപാട് രസകരമായിട്ടുള്ള കുറേ റീലുകളൊക്കെ കണ്ടു. അക്കൂട്ടത്തിൽ വന്ന ഒരു റീല്, അത് ഇത്തവണ കേരളത്തിൽ വിരിഞ്ഞ താമരക്കുഞ്ഞുങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട പേരുകാരിൽ ഒരാളായിട്ടുള്ള വി മുരളീധരൻ അദ്ദേഹം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തതായിരുന്നു. അദ്ദേഹവും പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെന്നിട്ടുള്ള ഒരു സ്കൂളിൻ്റെ പേരിലേക്കൊക്കെ നമുക്ക് വരാം. ആ സ്കൂളിലെ കുട്ടികൾക്ക് അദ്ദേഹം കുറച്ച് മിഠായി കൊടുത്തു. മിഠായി കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുടെ ഫ്രണ്ടിലുള്ള ഡെസ്കിൽ അവിടെ കുടഞ്ഞിട്ട് കൊടുത്തു. കുട്ടികൾ ആവശ്യത്തിന് വീതം വെച്ചെടുത്തോളൂ. കുട്ടികൾ നമ്മൾ നോക്കുമ്പോൾ 4 മിഠായി 5 മിഠായി ഒക്കെ വെച്ച് അവർ പരസ്പരം വീതിച്ചെടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ച് പ്രശ്നങ്ങളില്ലേ. വളരെ 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 സിമ്പിളായിട്ടുള്ള, നമ്മൾ വലിയ പൊളിറ്റിക്സിലേക്കൊന്നും പോകാതെ തന്നെയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, കുട്ടികളെ നമ്മളെപ്പോലെ തന്നെ നോക്കിക്കാണണം. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിരിക്കുമ്പോൾ വി മുരളീധരൻ എന്ത് റെസ്പെക്റ്റ് കൊടുക്കുമോ അതേ റെസ്പെക്റ്റോടു കൂടി തന്നെയാണ് ഒരു കുട്ടിയെ, പ്രത്യേകിച്ച് സ്കൂളിൽ പഠിച്ച് തുടങ്ങാൻ പോകുന്ന ആ ഒരു യാത്രയുടെ, വലിയൊരു യാത്രയുടെ തുടക്കത്തിന് വേണ്ടിയിട്ട് വളരെ പ്രതീക്ഷകളോട് വന്നിരിക്കുന്ന കുട്ടികളെ അദ്ദേഹം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയുടെ മുമ്പിൽ അങ്ങ് ആവശ്യത്തിന് വിളമ്പി കഴിച്ചോളൂ എന്ന് പറഞ്ഞ് കുറേ മുട്ടായി കുടഞ്ഞിടുമോ? പോട്ടെ, ഇവരുടെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ കൊച്ചുമക്കൾ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് കുറച്ച് തിരക്കുണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് മിഠായിയൊക്കെ വെതറിയിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ആവശ്യത്തിന് എടുത്ത് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പോവുമോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പോൾ അത് സാമാന്യ മര്യാദയുടെ സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ പോലും കുട്ടികളുടെ മുമ്പിൽ അങ്ങനെ വെതറിയിട്ടിട്ട് നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞ് പോകേണ്ട ഒരു കാര്യമല്ല. ഇനി അടുത്ത പ്രശ്നം, അദ്ദേഹം പ്രവേശനോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയ സ്കൂൾ ഡോക്ടർ അംബേദ്കർ മെമ്മോറിയൽ ട്രൈബൽ LP സ്കൂൾ കട്ടേല. അവിടെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അവരുടെ മുന്നിലേക്കാണ് അദ്ദേഹം മിഠായി വെതറിയിട്ട് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ള കുഞ്ഞുങ്ങളെ, ഞാൻ ദിനുവേലിൻ്റെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് വളരെ ഹുക്കിംഗ് ആയിട്ട് തോന്നി. കാരണം മനുഷ്യരാക്കപ്പെട്ടിട്ടുള്ള എന്ന് വെച്ചാൽ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന ആളുകളെ മനുഷ്യരായി അംഗീകരിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലങ്ങളെ ആവുന്നുള്ളൂ. വളരെ മോശമായി നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട വിഭാഗമായിട്ട് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ കേരളം ഉണ്ടാക്കപ്പെട്ടതിന് ശേഷവും തുടരുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. അവിടെ നിന്ന് അവർ സ്കൂളുകളിലേക്ക് എത്തുന്നു, സമൂഹത്തിൻ്റെ വിവിധ തുറകളിലേക്ക് എത്തുന്നു, വലിയ വലിയ പോസ്റ്റുകളിലേക്ക് എത്തുന്നു, അവരുടെ പ്രാതിനിധ്യം എല്ലാ മേഖലകളിലും ഉണ്ടാകുന്നു. അങ്ങനെ സമൂഹം അവരെ മനുഷ്യരായി നോക്കിക്കണ്ട് തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള രക്ഷിതാക്കളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാൻ വന്നിരിക്കുന്ന ഒരു വിദ്യാലയത്തിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു ജനപ്രതിനിധി എത്തുമ്പോൾ അദ്ദേഹം വളരെയധികം ശ്രദ്ധ വെക്കേണ്ടതാണ്. അവരോട് സംസാരിക്കുന്ന സമയത്ത്, പെരുമാറുന്ന സമയത്ത്, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, അവർക്ക് എന്തെങ്കിലും കൊടുക്കുകയോ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് വളരെയധികം ശ്രദ്ധ പുലർത്തണം. അല്ലെങ്കിൽ തലമുറകളായി പേറി വന്നിരിക്കുന്ന ഈ മുറിവുകളുണ്ടല്ലോ, പതിയെ ഉണങ്ങി തുടങ്ങിയിട്ടുള്ള മുറിവുകൾ, അതിന് കൂടുതൽ പോറലേൽക്കും. ഇപ്പോൾ വി മുരളീധരൻ്റെ ആക്ടിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ഒരു വലിയ വിമർശനം എന്ന് പറയുന്നത് താൻ ജന്മിയും അവരൊന്നും അടിയാളരുമല്ല എന്ന് പറയുന്നൊരു പ്രയോഗമാണ്. കാരണം പണ്ട് ജന്മിമാരൊക്കെ അടിയാളന്മാർക്ക് ഭക്ഷണം അല്ലെങ്കിൽ പൈസ കൊടുക്കുന്നതൊക്കെ എറിഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ തറയിലിരുന്ന് ഇപ്പോൾ കഞ്ഞി കൊടുക്കുകയാണെങ്കിൽ മണ്ണിലൊരു കുഴി കുത്തിയിട്ട് അതിലൊരില വെച്ച് അവിടെയാണ് വിളമ്പി കൊടുക്കുക. ഒരു പ്ലേറ്റിൽ കൊടുക്കുക, കൊണ്ടു കൊടുക്കുക, ഇങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ദേഹത്ത് തട്ടാതിരിക്കുക, ഒരടി മാറി നിൽക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് ശീലങ്ങൾ പുലർത്തിയിട്ടുണ്ട്. ആ ശീലങ്ങളെ ഇന്നും നമുക്കറിയാം. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വിരിയാതെ പോയ താമര കൃഷ്ണകുമാർജി അദ്ദേഹം പറഞ്ഞത് പണ്ട് ഇതുപോലെ വിളമ്പിയിരുന്ന പഴങ്കഞ്ഞിയുടെ കഥയൊക്കെ. അപ്പോൾ ഇന്ന് ഒരു വിഭാഗം ആളുകൾ അതൊന്നും മേന്മയായി കൊണ്ടു നടക്കുകയും ഒരു വിഭാഗം ആളുകൾ അങ്ങനെയല്ല ഞാൻ ട്രീറ്റ് ചെയ്യപ്പെടേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് പോരാടുകയും ചെയ്യുന്ന സമയത്ത് ആ വിഭാഗത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിലേക്ക് മുട്ടായി വിതറിയിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത് തീർത്തും ഉത്തരവാദിത്തമില്ലാത്ത ഒരു കാര്യമായിപ്പോയി. വി മുരളീധരൻ ഒരു ജന്മിത്ത വ്യവസ്ഥയുടെ അത് ഉള്ളിപ്പേറിക്കൊണ്ട് നടക്കുന്നതിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മളിവിടെ കണ്ടത് എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ആ ആക്ഷൻസിനെ കുറേ ആളുകളുടെയെങ്കിലും ഓർമ്മയിലേക്ക്, ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരാൾക്ക് അവരുടെ മനസ്സ് വേദനിക്കുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രീ വി മുരളീധരൻ, നിങ്ങൾ മാപ്പ് പറയണം. നിങ്ങളൊരു ജനപ്രതിനിധിയാണ്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ആ എക്സ്പ്ലനേഷൻ ഒന്ന് വായിച്ച് നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് പറയാൻ പറ്റും. കുട്ടികൾക്ക് മിഠായി തട്ടിക്കൊടുത്തു, MLAക്ക് അയിത്തം, ദേശാഭിമാനിയുടെ ക്യാപ്സ്യൂൾ കൊള്ളാം. അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ വിമർശിച്ചിട്ടുള്ള സകല ആൾക്കാരും ദേശാഭിമാനിക്കാരാണ് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരാണ് എന്ന് പറഞ്ഞ് ചാപ്പയടിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഇതിലൊന്നും പറയണ്ടല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു ആറ്റിറ്റ്യൂഡാണത്. കട്ടേല മോഡൽ സ്കൂളിലെ കുരുന്നുകൾക്ക് മിഠായി വാങ്ങിയാണ് ഞാൻ പ്രവേശനോത്സവത്തിന് പോയത് എന്നത് വസ്തുതയാണ്.
മറ്റാരും വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചതല്ല, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് വാങ്ങിയതാണ്, അത് ഞാൻ ചെയ്യണം എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നല്ല കാര്യമാണ്. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് മിഠായി കൊടുത്തുകൊണ്ട് അവരോട് സംസാരിക്കുക എന്ന് പറയുന്നത് അവരുടെ മനസ്സിനോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അവിടെ ചെന്നപ്പോൾ മന്ത്രി എത്തി, പരിപാടി തുടങ്ങാറായി. വാങ്ങിക്കൊണ്ട് ചെന്ന മിഠായി ഓരോ കുട്ടിക്കായി കൊടുക്കാൻ നിന്നാൽ മന്ത്രി അടക്കം മറ്റുള്ളവർ പിന്നെയും കാത്തു നിൽക്കേണ്ടി വരും. അതായത് ഈ ഒഫീഷ്യൽ ഉദ്ഘാടനത്തിന് അതിനാണല്ലോ മന്ത്രിയൊക്കെ വന്നിട്ടുള്ളത്, അതിന് മുൻപേ എനിക്ക് മിഠായി കൊടുത്ത് തീർത്തിട്ട് വീഡിയോ എടുക്കണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. കാരണം മന്ത്രി വന്ന് ആ പരിപാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മീഡിയക്കാരെല്ലാവരും അങ്ങോട്ടേക്ക് തിരിയും. അപ്പോൾ ഈ മിഠായി അദ്ദേഹത്തിന് കൊടുത്തു തീർക്കണം. വേഗത്തിൽ വിതരണം പൂർത്തിയാക്കാൻ മേശതോറും ഒന്നിച്ച് നൽകി. ഈ ചെറിയ കാര്യത്തിനാണ് CPM ജാതി വിദ്വേഷത്തിൻ്റെ നിറം കൊടുക്കാൻ ശ്രമിച്ചത്. ഈ ചെറിയ കാര്യത്തിനാണ് എന്ന് പറയുമ്പോൾ മുരളീധരൻ സാർ, നിങ്ങൾ ഈ ചെറിയ കാര്യം, ഈ മുരളീധരൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആരോഗ്യമന്ത്രിയുണ്ട്, K മുരളീധരൻ, അദ്ദേഹമല്ല, V മുരളീധരനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. മുരളീധരൻ സാറ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ചെറിയ കാര്യമാവുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുമ്പോഴാണ്. പക്ഷേ നിങ്ങളിവിടെ ഒരു ജനവിഭാഗത്തിനെ അഡ്രസ്സ് ചെയ്യുകയാണ്. ആ വിഭാഗത്തിൽ നിന്ന് വിദ്യാഭ്യാസത്തിൻ്റെ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന കുഞ്ഞുങ്ങളെ അഡ്രസ്സ് ചെയ്യുകയാണ്. അവിടെ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും അളന്ന് മുറിച്ച് മാത്രമാണ് നമ്മൾ ചിലവാക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ആർക്കും അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുക്കാൻ പാടില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ മിഠായി പെറുക്കൽ മത്സരത്തിന് നിങ്ങൾ മിഠായി വാരി എറിയുന്നത് പോലെയല്ല, സ്നേഹത്തിന് അല്ലെങ്കിൽ വെൽക്കമിങ് ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മിഠായി കൊടുക്കുമ്പോൾ കൊണ്ടിട്ടിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഒരു പക്ഷേ അത് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും, അവിടെയും വേദനിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും, പക്ഷേ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അവരുടെ രക്ഷിതാക്കളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആർക്കും അങ്ങനെയൊന്നും കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കരുത്. V മുരളീധരൻ സാറിനെ പിന്തുണയ്ക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളെ പിന്തുടരുന്ന ഒരു സംഘം നമ്മുടെ നാട്ടിലുണ്ട്. ആ സംഘത്തിന് ആരെങ്കിലും ഇച്ചി ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അത് ഏത് നാട്ടിലിരുന്ന് കഴിച്ചാലും അവർക്കത് വലിയ പ്രശ്നമാണ്. വിശ്വാസം തകരുന്നത് പോലെ വ്രണപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സിനിമയിൽ ഒരു ഡയലോഗ് വന്നാൽ, ഏതെങ്കിലും ഒരു അഭിനേത്രിയുടെ അണ്ടർവെയറിൻ്റെ കളർ മാറിയാൽ അപ്പം തന്നെ വ്രണപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് ഇതിനെ ഒന്നും, സാധാരണ മനുഷ്യരെല്ലാം ചെറിയ കാര്യങ്ങളായി കാണുന്ന ഈ കാര്യങ്ങളെ ഒന്നും V മുരളീധരൻ സാർ അടക്കമുള്ള ആളുകൾക്ക് ചെറിയ കാര്യമായിട്ട് കാണാൻ പറ്റില്ല. അത് വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തിൻ്റെ മൂല്യങ്ങളെ വരെ അടിച്ചു താഴ്ത്തുന്ന പ്രശ്നങ്ങളായിട്ട് അദ്ദേഹം അവതരിപ്പിക്കും. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു വിഷയം എടുത്തു നോക്കിയാൽ, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികളിൽ ദേശീയ ഗീതം പൂർണ്ണമായി ആലപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ഉണ്ടായിട്ടും നിയമസഭയിൽ ഇത് പാലിച്ചില്ല. ഇത് ലോക് ഭവനോടും ഗവർണറോടുമുള്ള അവഹേളനമാണെന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഇതിലൊക്കെ അവഹേളനങ്ങൾ കണ്ടെത്താൻ മുരളീധരൻ സാറിന് പറ്റുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ചെറിയ കാര്യമല്ല. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾ ആരുടെയൊക്കെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നതെന്ന് പറയുന്നു, അതേപോലെ ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ മുന്നോട്ടുള്ള പ്രതീക്ഷയാണ് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ ആ മിഠായി വാരി ഇട്ട് കൊടുത്തപ്പോൾ അവിടെ ഇരുന്ന കുഞ്ഞുങ്ങൾ. നമ്മുടെ രാജ്യം, നമ്മുടെ സംസ്കാരം, നമ്മളിതിനൊക്കെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ അമ്പലങ്ങൾ മാത്രം അങ്ങനെ സംരക്ഷിക്കാൻ നടന്നാൽ പോരാ. ഇവിടെ ചരിത്രപരമായിട്ട് ഒരുപാട് വേദനിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യരുണ്ട്, അവരുടെ പെയിനുണ്ട്. അവരോട് നിങ്ങൾ കാണിക്കേണ്ട ഒരു മിനിമം മര്യാദയുണ്ട്. അതൊന്നും കാണിക്കാതെ നിങ്ങൾ ഏത് സംസ്കാരത്തിനെയാണ് ഈ സംരക്ഷിച്ച് പിടിക്കുന്നത്? ഈ കാണിച്ചത് സംസ്കാരമാണോ? നിങ്ങൾ ഗോമാതാവ് ദൈവമാണ്, ഗോമാതാവിനെ അങ്ങനെ കാണണം, ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പരിപാടികൾ കാണിക്കുന്നു. നിങ്ങൾ ഈ ദൈവത്തിനെ പശുവിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു 10-1 നിങ്ങൾ മനുഷ്യരെ കാണാൻ ശ്രമിച്ചാൽ വളരെ നന്നായിരിക്കും എന്നാണ് പറയാൻ തോന്നുന്നത്. നമുക്ക് മുരളീധരൻ സാറിൻ്റെ ന്യായീകരണത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, എത്ര കൊടും വിഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുഞ്ഞുങ്ങളിൽ പോലും കുത്തി നിറയ്ക്കാൻ ശ്രമിച്ചതെന്ന് നോക്കൂ. ദേശാഭിമാനി ചീറ്റിയ വിഷം വസ്തുത തിരക്കാതെ ഏറ്റെടുത്ത് BJP വിരോധം തലയ്ക്ക് പിടിച്ച മറ്റു മാധ്യമങ്ങൾ. തിരഞ്ഞെടുപ്പിൽ ജനം ചൂലെടുത്ത് അടിച്ചിറക്കിയിട്ടും CPMൻ്റെയും അവരുടെ അടിമകളുടെയും കണ്ണ് തുറന്നിട്ടില്ല എന്ന് ചുരുക്കം. ഈ ചൂലെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഓരോ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ജനാധിപത്യപരമായി ഇവിടെ ഒരു ഇലക്ഷൻ നടന്നു. CPMന് വോട്ട് ചെയ്തിട്ടുള്ള മനുഷ്യരുണ്ട്, അല്ലാതെ എല്ലാ ജനങ്ങളും കൂടിയിട്ട് ഇനി CPM വേണ്ടേന്ന് മറ്റേ അടിച്ചുവാരി ഇറക്കി വിട്ട ആ പരിപാടിയല്ല. വോട്ട് അവർക്ക് കുറച്ചാണ് കിട്ടിയത്, നിങ്ങൾക്ക് ഇപ്പോഴാണ് കുറച്ചെങ്കിലും വോട്ട് കിട്ടി തുടങ്ങിയത്. അപ്പം ഇത്രയും നാൾ ജനം ചൂലുമായിട്ട് അടുപ്പിക്കാതിരിക്കുകയായിരുന്നു BJPയെ എന്നതിനൊരു അർത്ഥമില്ലല്ലോ. നിങ്ങൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതേപോലെ CPMനും ഇപ്പോഴും ബാക്കി നിൽക്കുന്ന സപ്പോർട്ടുണ്ട്. അപ്പം ജനങ്ങൾ മറ്റേ അടിച്ചിറക്കി അങ്ങ് വിട്ടു എന്നൊക്കെ പറയുന്നത് പോലത്തെ വളരെ ബാലിശമായിട്ടുള്ളൊരു പ്രയോഗമാണ്. പക്ഷേ ഇതിലെ NB ആണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത്. നിയമസഭ തല്ലി തകർത്ത ശിവൻകുട്ടി അപ്പൂപ്പനിൽ നിന്ന് സംസ്കാരം പഠിക്കേണ്ട ഗതികേട് തൽക്കാലം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങേയറ്റം ബഹുമാനത്തോടുകൂടി, പരസ്പര ബഹുമാനത്തോടുകൂടി, ആദരവോടെ, സ്നേഹത്തോടെ നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്ന കാര്യം ഭക്ഷണം അവിടെ കുടഞ്ഞിട്ടിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് എടുത്തോ, എനിക്ക് പോയിട്ട് വേറെ പരിപാടിയുണ്ട് എന്ന് പറയുകയാണ്. നിങ്ങൾ ആ പണിക്ക് പോകണ്ട. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കാണിക്കേണ്ട ഒരു മിനിമം സംസ്കാരമുണ്ട്. ആ സംസ്കാരം നിങ്ങളിൽ നിന്നുണ്ടായില്ല. ആ വിവരമുള്ളൊരു പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അതൊരാൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെറിയ കാര്യമില്ലേ, നിങ്ങൾ പണ്ട് ഇങ്ങനെ ചെയ്തതല്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഉപദേശിക്കേണ്ട, ഇവരൊക്കെ അങ്ങനെ ചെയ്തവർ, അതുകൊണ്ട് അവരെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് കോമൺ സെൻസ് ഉള്ള മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എസ്കേപ്പ് പരിപാടിയാണ് മിസ്റ്റർ മുരളീധരൻ. ശിവൻകുട്ടി പണ്ട് നിയമസഭയിൽ
ബോംബെയിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ തീർത്തും തെറ്റാണ്. പക്ഷേ അയാൾ അന്നൊരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ വരണ്ട. ഇനി അഥവാ എന്നെ തെറ്റ് പറയുകയാണെങ്കിൽ അയാൾ എല്ലാ കാലവും തെറ്റാണെന്ന് പറഞ്ഞ് അതിനെ അടിച്ചാക്ഷേപിച്ചിട്ട് തൻ്റെ മിസ്റ്റേക്കുകൾ കവറപ്പ് ചെയ്യാനല്ല ശ്രമിക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. ഈ സ്കൂളിലെ പരിപാടിക്ക് ചെന്നിട്ട് ശ്രീ വി മുരളീധരൻ സാറ് നടത്തുന്ന ഒരു അധ്യക്ഷ പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നാണ് എന്നൊക്കെ വളരെ അഭിമാനത്തോടെ പറയുന്നുണ്ടായിരുന്നു. വേറെയും പേരുകൾ അദ്ദേഹം സൂചിപ്പിച്ചു. ആ പേരുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിക്കാതെ പോയത് ഒരുപക്ഷെ ആ സ്കൂളിൻ്റെ കൂടി പേരിൽ ചേർന്ന് നിൽക്കുന്ന ഡോക്ടർ BR അംബേദ്കറിനെയാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഈ ആക്ട് അംബേദ്കറിൻ്റെ കൺമുന്നിലായിരുന്നെങ്കിൽ അതിനെ ഏറ്റവും ശക്തമായി എതിർക്കാൻ പോകുന്നത്, ചോദ്യം ചെയ്യാൻ പോകുന്നത്, ചരിത്രപരമായി ആ ജനതയ്ക്ക് ഏറ്റിട്ടുള്ള അനീതിയുമായി ചേർന്ന് നിങ്ങൾ ഈ ചെയ്തത് എത്ര വൃത്തികേടാണ് എന്ന് ഏറ്റവും ശക്തമായി ലോകത്തോട് വിളിച്ചു പറയാൻ പോകുന്നത് ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നേനെ. സോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ആ ആക്ട് കൊണ്ട് ഒരാൾക്ക് അയാളുടെ ആത്മാഭിമാനത്തിനെ കുത്തി നോവിക്കുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരാൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് നിങ്ങൾ മാപ്പ് പറയണം. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തുന്നവരൊക്കെ കള്ളന്മാരായിരുന്നേ, എന്നെ കുറ്റപ്പെടുത്തുന്നവർക്കൊക്കെ ദുഷ്ടത്തരമാണേ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ചെറിയ കാര്യമല്ലേ എന്ന് പറഞ്ഞ് ലഘൂകരിക്കുന്നത് അല്ല. നിങ്ങളിന്ന് അതിൽ കൂടുതൽ ഞാനങ്ങനെ കാര്യമായി പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ദേ ഡിസേർവ് ഇറ്റ്. വി ശിവൻകുട്ടിയിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ പറഞ്ഞൊരു സംസ്കാരമില്ലേ? മുന്നിലിരുന്ന കുഞ്ഞുങ്ങൾ ആരാണെന്നും എന്താണെന്നും അവരെ എങ്ങനെ നന്നായി ട്രീറ്റ് ചെയ്യണമെന്നൊന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അവർക്ക് ഒരു ഇന്ത്യൻ പൗരന് കൊടുക്കേണ്ട എല്ലാ ബഹുമാനവും കൊടുക്കേണ്ടതില്ല എന്നുള്ള ചിന്ത ചേരുന്നതാണ് നിങ്ങളുടെ സംസ്കാരമെങ്കിൽ ആ സംസ്കാരത്തിനെ ഞങ്ങളുടെ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് സംസ്കാര ശൂന്യത എന്ന് വിളിക്കാനേ പറ്റുള്ളൂ. ദേ ഡിസേർവ് ആൻ അപ്പോളജി. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കാം.